നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തം ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ആരോഗ്യമന്ത്രി രാജിവെക്കണം. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ല. VD സതീശൻ ചടങ്ങ് ബഹിഷ്കരിച്ചത് തലയിൽ ആൾതാമസമില്ലാത്തതുകൊണ്ടെന്നും K. സുരേന്ദ്രൻ. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 180 ഗ്രാം മുന്തിയ രാസലഹരിയുമായി ഡാർക്ക് മർച്ചന്റ് ദീപക്കും യുവതിയും അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ ലഹരി വേട്ടകളിൽ ഒന്നെന്ന് പോലീസ്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് യാക്കോബായ സുറിയാനി സഭ കത്തോലിക്ക ബാവ അബൂൻമോർ ബസേലിയോസ് ജോസഫ്. കത്തോലിക്ക ബാവയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം. വാർത്തകൾ വിശദമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തം ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ആരോഗ്യമന്ത്രി രാജിവെക്കണം. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ലെന്നും K. സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തത്തിൽ സർക്കാരിന്റെ അലംഭാവവും അനാസ്ഥയുമാണ് വ്യക്തമാകുന്നതെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. കുറ്റകരമായ അനാസ്ഥയുണ്ടായി. ആരോഗ്യമന്ത്രി രാജിവെക്കണം. കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മന്ത്രി പോലും വിഷയത്തിൽ ഫലപ്രദമായി ഇടപെട്ടില്ലെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. അവർ മറ്റ് വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അത്യാഹിത വിഭാഗത്തിലുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള ദുരന്തം സർക്കാരിൻ്റെ പിടിപ്പുകേടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കാരിൻ്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ് മരണസംഖ്യ ഉയരാൻ കാരണം. സംഭവം നടന്ന ഉടനെ ആരോഗ്യവകുപ്പ് അധികൃതരോ ജില്ലാ ഭരണകൂടമോ ഒരു തരത്തിലും ഇടപെടാൻ തയ്യാറായില്ല. 5 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. കേരളം നമ്പർ 1 ആണ് ആരോഗ്യരംഗത്ത് എന്ന് ആവർത്തിച്ച് പറയുന്ന ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതാണ്. കോഴിക്കോട് ദുരന്തം സർക്കാരിൻ്റെ സൃഷ്ടിയാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ്. സംഭവമുണ്ടായി മണിക്കൂറുകളോളം ഒരു തരത്തിലുള്ള കരുതൽ നടപടിയും ഉണ്ടായില്ല. ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും തികഞ്ഞ കുറ്റകരമായ അനാസ്ഥ കാണിച്ചു. കോഴിക്കോട്ടെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് രാജിവെക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ല. കേന്ദ്ര സർക്കാർ നൽകിയ ലിസ്റ്റ് പ്രകാരമാണ് അദ്ദേഹം പങ്കെടുത്തത്. വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ നാട്ടിൽ ഭാരത് മാതാക്ക് ജയ് വിളിക്കും. നിങ്ങൾ എന്ത് അസംബന്ധമാണ് പറയുന്നത്? CPMന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇല്ലേ? വാസവം വായിച്ചല്ലോ. നിങ്ങൾ എവിടെയായിരുന്നു? LDF വന്നാൽ എല്ലാം ശരിയാവും. അത് അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം അവിടെ മുഴക്കാൻ പൊതുവേദിയിൽ പൊതുപ്രസംഗത്തിൽ മുഴക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് പരാതിയില്ലല്ലോ. സർക്കാർ ചടങ്ങിൽ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പറയുമോ? അപ്പോൾ ഇതൊക്കെ ഒരു വശത്ത് മാത്രമാണ്. ഇവിടെ K. സുധാകരൻ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറയുന്നു. കേന്ദ്ര ഗവൺമെന്റ് അതിഥികളെ നിശ്ചയിച്ച പോലെ സംസ്ഥാന സർക്കാരിനും ആളുകളെ നിശ്ചയിക്കാം. മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് ഒരാളെ വേദിയിൽ ഇരുത്താനാകില്ല. അദ്ദേഹം പരാതി പറയേണ്ടത് അമ്മായി അച്ഛനോടാണ്. തലയിൽ ആൾതാമസമില്ലാത്തതുകൊണ്ടാണ് VD സതീശൻ ചടങ്ങ് ബഹിഷ്കരിച്ചതെന്നും K. സുരേന്ദ്രൻ ആക്ഷേപിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കില്ലെന്ന് BJP പറയില്ല. UDF പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് ആത്മഹത്യാപരമായ തീരുമാനമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കൊടകരയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 180 ഗ്രാം മുന്തിയനം രാസലഹരിയുമായി ഡാർക്ക് മർച്ചന്റ് ദീപക്കും നോർത്ത് പറവൂർ സ്വദേശിനിയും പിടിയിലായി.
തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകളിൽ ഒന്നാണിതെന്ന് പോലീസ് പറഞ്ഞു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് 180 ഗ്രാം മാരക രാസലഹരിയായ MDMAയുമായി 2 പേരെ പിടികൂടിയത്. ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ 30 വയസ്സുള്ള ദീപക് രാജു, എറണാകുളം ജില്ലാ നോർത്ത് പറവൂർ മൂത്തകുന്നം സ്വദേശിനി 22 വയസ്സുള്ള ദീക്ഷിത എന്ന യുവതിയുമാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുമ്പും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ഇയാൾ ലഹരിക്കടത്തും വിൽപ്പനയും തുടരുകയായിരുന്നു. ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയ ഇനം രാസലഹരിയാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിൽ ഒന്നാണിത്. പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. റൂറൽ DCB DYSP ഉല്ലാസ് കുമാർ, ചാലക്കുടി DYSP K സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മർച്ചൻ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദീപക് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ 2021 10 കിലോ കഞ്ചാവ് കടത്തിന് പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ ആളാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് അന്ന് പിടിയിലായത്. പിന്നീടും നിരവധി തവണ ഹാഷ് ഓയിലും കഞ്ചാവുമായി ഇയാൾ പിടിയിലായിട്ടുണ്ടെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ലഹരി വിൽപ്പന തുടർന്നു വരികയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സിൽ കൊടകരയിലിറങ്ങി മേൽപ്പാലത്തിന് കീഴിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം ലക്ഷ്യമാക്കി നടന്നു വരുമ്പോഴാണ് ഇവരെ പോലീസ് സംഘം പിടികൂടിയത്. ബാംഗ്ലൂരിൽ ഇവർക്ക് രാസലഹരി കൈമാറിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തെപ്പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് അമ്പലപ്പാറയിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ 1474 മണ്ഡലങ്ങളിലൂടെയാണ് ജെബി മേത്തറിന്റെ മഹിളാ സാഹസ് കേരള യാത്ര. യാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് അമ്പലപ്പാറയിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നൽകിയത്. മാതൃകയാണ് നമുക്ക് ഓരോരുത്തർക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഒരു വാക്കുണ്ട്, there are two kinds of people, those who does the work and those who take the credit. Try to be in the first lot, there is less competition there. ഇന്ദിരാഗാന്ധി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 2 തരത്തിലുള്ള ആളുകളാണ് ഈ ലോകത്തുള്ളത്. ഒന്ന് ജോലി ചെയ്യുന്നവരും മറ്റേത് ക്രെഡിറ്റ് എടുക്കുന്നവരും. പ്രിയദർശിനിക്ക് ആ സഹായിച്ചവരെ വേണമെങ്കിൽ മറക്കാമായിരുന്നു. പക്ഷേ അതല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം ഈ പ്രദേശത്തെ കോൺഗ്രസിന്റെയും INTUCയുടെയും മുഴുവൻ സഹപ്രവർത്തകരുടെയും മഹിളാ കോൺഗ്രസിന്റെ ഒക്കെ പൂർണ്ണമായ സഹകരണം എനിക്ക് ലഭിച്ചു എന്ന് ധൈര്യത്തോടെ അഭിമാനത്തോടെ പറയുന്ന മണ്ഡലം പ്രസിഡന്റ് പ്രിയദർശിനി മാതൃകയാണ്. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ആരുണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ മഹിളകൾക്കൊപ്പം മഹിളാ കോൺഗ്രസ് ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഈ യാത്ര കടന്നു വരുന്നത്. നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. അത് കാസർഗോഡ് കല്യോട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷുഹൈബിന്റെയും ശരത് ലാലിന്റെയും സ്മൃതി മണ്ഡപം. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയദർശിനി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ മാസ്റ്റർ, UDF മണ്ഡലം ചെയർമാൻ ഗിരീശൻ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ, മണ്ഡലം പ്രസിഡന്റ് KK സാജൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷീബ, മോഹനകുമാരി, പാഞ്ചാലി, INTUC മണ്ഡലം പ്രസിഡന്റ് P സൂര്യൻ, MP മുജീബ്, P അബ്ദുൽ ഖാദർ, PS രാധാകൃഷ്ണൻ, P ദിവാകരൻ, പ്രദീപ് കുന്നക്കാവ്, ബഷീർ, ദുറാവു, K കബീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് യാക്കോബായ സുറിയാനി സഭ കത്തോലിക്ക ബാവ ആബൂൻ മോർ
ബസേലിയോസ് ജോസഫ് പറഞ്ഞു. ചേലക്കര വട്ടുള്ളി സെന്റ് ജോർജ് ബെത്ലഹേം യാക്കോബയ പള്ളിയുടെ കീഴിൽ പുതുക്കി പണിത കുരിശുപള്ളിയുടെ കൂദാശ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാലത്ത് സംസ്ഥാനത്തുടനീളം വന്യജീവികൾ മനുഷ്യജീവനെടുത്ത സംഭവങ്ങൾ നിരവധിയാണ്. സാധാരണക്കാരായ കർഷകർക്ക് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷിക്കുന്നതിന് ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവതലമുറ ലഹരിക്കടിമയാണ്. സമൂഹത്തെ കൂടുതൽ മലീമസമാക്കുന്നത് ലഹരിയാണ്. തിന്മയെ സ്വീകരിക്കുന്ന സമൂഹമാണ് എന്നുള്ളത്. അന്ധകാരത്തിലേക്ക് പോയ ജനത വെട്ടിവിളങ്ങുന്ന പ്രകാശത്തിലേക്ക് വരേണ്ടതുണ്ട്. നന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്തുന്നവരായി മനുഷ്യൻ മാറിയാൽ സമൂഹം മാറുമെന്നും നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ പ്രാർത്ഥനകൾ കൊണ്ട് കഴിയുമെന്നും ബാവ പറഞ്ഞു. ഇങ്ങനെ പോവുകയാണെങ്കിൽ, അതായത് ഗവൺമെന്റ് ശക്തമായ ഇടപെടൽ നടത്തി കേരളത്തിന്റെ തീരദേശത്തുള്ള മനുഷ്യരെ ഉലിമുട്ട് കെട്ടി സംരക്ഷിക്കുന്നത് പോലെ മലയോര കാർഷിക മേഖലയിൽ, ജനവാസ മേഖലയിൽ അതിനുള്ളതായ കോൺക്രീറ്റ് വേലികൾ കെട്ടി, മതിലുകൾ കെട്ടി, മൃഗങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ അണ്ടർപാസ് ഉണ്ടാക്കി, അധിവാസ ഭൂമിയിൽ അവർ അധിവസിക്കുന്ന വനമേഖലയിൽ, അതിൻ്റെ ഉൾവനങ്ങളിൽ അവർക്ക് ഭക്ഷിക്കാനുള്ള വൃക്ഷങ്ങളും എപ്പോഴും കുടിക്കാനുള്ള വെള്ളവും അവിടെ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ആനകളും ഈ മൃഗങ്ങളും ഒന്നും നമ്മുടെ ഇവിടേക്ക് വരത്തില്ല, നാട്ടിലേക്ക് ഇറങ്ങി വരത്തില്ല എന്നാണ് ശാസ്ത്രീയമായ പഠനം പറയുന്നത്. അതിലേക്ക് വലിയ കോടിക്കണക്കിന് രൂപ മുതലിറക്കണം. കടക്കണികളായിരിക്കുന്ന കേരള സംസ്ഥാനത്തിന് എന്തുമാത്രം ചെയ്യാൻ പറ്റും നമുക്ക് ഊഹിക്കാവുന്നത്. അവിടെയാണ് സെൻട്രൽ ഗവൺമെന്റിനൊക്കെ ഈ കാര്യത്തിൽ അതിശക്തമായ നിലപാടുകളും അങ്ങനെയുള്ളതായ ആക്ഷൻ പ്ലാൻസിലേക്കും സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ആലോചിച്ച് വരണം. തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലീമീസ്, വികാരി ഫാദർ തോമസ് നെടിയാപാലയ്ക്കൽ, മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ തോമസ് വെട്ടിക്കാട്ടിൽ, മേഖലയിലെ ഇടവക വികാരിമാർ എന്നിവർ കൂദാശ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് പ്രഥമൻ ഭാവയ്ക്ക് ചേലക്കര വട്ടുള്ളിയിൽ സ്വീകരണം നൽകി. ജില്ലയിലെ ആദ്യത്തെ സ്വീകരണമായിരുന്നു വട്ടുള്ളിയിൽ നൽകിയത്. സ്വീകരണ സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ചേലക്കര വട്ടുള്ളി സെന്റ് ജോർജ് ബേത്ലഹേം യാക്കോബായ സുറിയാനി പള്ളിയിൽ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ ആബൂൻ മോർ ബസേലിയോസ് ജോസഫിനുള്ള സ്ഥാനാരോഹണത്തിന് ശേഷം തൃശൂർ ജില്ലയിലെ ആദ്യ സ്വീകരണവും അനുമോദന സമ്മേളനവുമാണ് നടന്നത്. തൃശൂർ ഭദ്രാസന മെത്രോപ്പൊലീത്ത കുര്യാക്കോസ് മോർ ക്ലീമീസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം E വേണുഗോപാല മേനോൻ, മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ തോമസ് വെട്ടിക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ഇടവക വികാരി ഫാദർ തോമസ് നെടിയാപാലയ്ക്കൽ, മാരാംകുന്ന് ഭാഗത്ത് പുതുക്കിപ്പണിത കുരിശുപള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഷാജി മംഗലശ്ശേരി, 32 വർഷത്തോളമായി സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ച തങ്കച്ചൻ മംഗലശ്ശേരി എന്നിവരെയും ചടങ്ങിൽ ബാവ ആദരിച്ചു. ഭദ്രാസന വൈദിക സെക്രട്ടറി ഫാദർ ബേസിൽ കൊല്ലാർമാലയിൽ, ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേസിൽ ബേബി തെക്കുമഠത്തിൽ എന്നിവർ പങ്കെടുത്തു. ജോസ് ചള്ളിക്കാട്ടിൽ നന്ദി പറഞ്ഞു. മേഖലയിലെ ഇടവകകളിൽ നിന്നുമുള്ള വൈദികർ, വിശ്വാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കത്തോലിക്ക ബാവ സ്ഥാനമേറ്റെടുത്ത ശേഷം തൃശൂർ ഭദ്രാസനത്തിന് കീഴിൽ ആദ്യത്തെ പരിപാടിയാണ് വട്ടുള്ളി കുരിശുപള്ളിയിലെ കൂദാശയും സ്വീകരണ ചടങ്ങും. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ പൂരത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ തേക്കിൻകാട് മൈതാനിയിൽ നടന്നുവരുന്ന പൂരം പ്രദർശനത്തിന് തിരക്കേറുന്നു. പൂരം നടത്തിപ്പിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ പ്രദർശനത്തിൽ നാട്ടുവിപണി മുതൽ അറിവുകൾ സമ്മാനിക്കുന്ന ISRO ഉൾപ്പെടെ ഒട്ടേറെ പവലിയനുകളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. തൃശൂർ പൂരാവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു. മെയ് 6 നടക്കുന്ന തൃശൂർ പൂരത്തിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ പൂരനഗരിയിലേക്കും പൂരം പ്രദർശനത്തിലേക്കും ജനങ്ങളുടെ ഒഴുക്കാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്ത്ര കരകൗശല വസ്തുക്കളുടെ വിപണി മുതൽ വിജ്ഞാനപ്രദമായ ISROയുടെ സ്റ്റാൾ വരെ പൂരനഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം പോലീസ്, ഗുരുവായൂർ ദേവസ്വം, തൃശൂർ കോർപ്പറേഷൻ, കേരള വെറ്റിനറി സർവകലാശാല, എക്സൈസ് വകുപ്പുകളുടെ പവലിയനുകളും ഒരുക്കിയിട്ടുണ്ട്. പോലീസ്, എക്സൈസ് പവലിയനുകൾ പ്രദർശനത്തിനെത്തുന്നവർക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സന്ദേശവും നൽകുന്നു. വിനോദവും വിജ്ഞാനവും നൽകുന്ന പ്രദർശനം ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ പ്രദർശനം കാണാൻ തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇക്കുറി 180-ലധികം സ്റ്റാളുകളും 80 പവലിയനുകളും പ്രദർശനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. റോബോട്ടിക് മൃഗപ്രദർശനവും സൂപ്പർ റിയാലിറ്റി 5D ഡോം തിയേറ്ററും പ്രദർശനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പൂരം പ്രദർശനത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ എല്ലാ വൈകുന്നേരവും സാംസ്കാരിക പരിപാടികളും അരങ്ങേറുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
വാടാനംകുറിശി ആരബി കലാസമിതി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ബാലവേദി അംഗങ്ങൾക്കുള്ള വേനൽ അവധിക്കാല ക്യാമ്പ് തുടങ്ങി. 10 ദിവസത്തെ ക്യാമ്പിൽ 100ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. പൂക്കാം തളിർക്കാമെന്ന തലക്കെട്ടിലാണ് വാടാനംകുറിശി ആരബി ഗ്രന്ഥശാലയിൽ ബാലവേദി കുട്ടികൾക്കുള്ള അവധിക്കാല ക്യാമ്പിന് തുടക്കം കുറിച്ചത്. CR ദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടരെ വാനോളമെത്തുവാൻ കൂട്ടുകാരെ, പക്ഷെ കൂട്ടുകാരെ വാനോളെത്തിയാൽ പോരാ, പ്രപഞ്ചത്തോളം എത്തിയാൽ പോരാ, പ്രപഞ്ചങ്ങളോളം നിങ്ങൾ എത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഉദ്ഘാടനം ഇപ്പം ഞാൻ കുട്ടികളുടെ അടുത്ത്, ഞാൻ FB പോസ്റ്റിലും എഴുതുന്നുണ്ട്, കുട്ടികളുടെ അടുത്ത് കഥയും കവിതയും കുട്ടികൾക്ക്, മുതിർന്നവരും ഞങ്ങൾക്ക് കളിയും ചിരിയും എല്ലാവർക്കും എന്നാണ് ഇപ്പം അതിൽ അവതരിപ്പിക്കുന്നത്. അതിൽ ഒരു ചെറിയ കഥയും ഒരു പാട്ടും പാടി നമുക്ക് ഇത് ഉദ്ഘാടനം ആദ്യം നിർവഹിക്കാം. ചിരിക്കുവിൻ കൂട്ടുകാരെ, ഓക്കെ, ഒന്നു ചിരിക്കുവിൻ കൂട്ടുകാരെ, നമ്മളൊന്നായി ചിരിക്കുവിൻ കൂട്ടുകാരെ. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ദർശന മുഖ്യാതിഥിയായിരുന്നു. സത്യനാഥൻ മാസ്റ്റർ, ജലജ ശശികുമാർ, വനിതാവേദി പ്രസിഡന്റ് പത്മശ്രീ ഹരിദാസൻ, ദീപ എന്നിവർ സംസാരിച്ചു. മെയ് 11 വരെയാണ് ക്യാമ്പ്. കവിതാരചന, കഥാരചന, ചിത്രരചന, നാടകക്കളരി, നാടൻപാട്ട് തുടങ്ങിയവയാണ് ക്യാമ്പിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയാണ് ക്യാമ്പ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ആരബി പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള 100ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളുടെ സർഗശേഷി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരബി കലാസമിതി ഗ്രന്ഥശാലയാണ് വേനൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര മിനി ശബരിമലയിൽ ആദിശങ്കര ജയന്തി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങിൽ ശ്രീപീഠം സമർപ്പണവും നടന്നു. ജയന്തി ദിനാഘോഷ പരിപാടികൾ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ശ്രീ പഞ്ചദശനാമ ആവാഹൻ അഖാഡയുടെ ദക്ഷിണ ഭാരതത്തിലെ ആദ്യ മഹാമണ്ഡലേശ്വർ സ്വാമി ഡോക്ടർ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് മഹാമണ്ഡലേശ്വര പീഠം സമർപ്പിച്ചു. ആദിശങ്കര ജയന്തി ദിനത്തിൽ മങ്കര മിനി ശബരിമലയിലാണ് ദക്ഷിണ ഭാരതത്തിലെ ഈ വിശേഷാൽ ചടങ്ങ് നടന്നത്. ജയന്തി ദിനാഘോഷ പരിപാടികൾ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കുംഭമേള നടന്നപ്പോൾ 1 മാസത്തോളം കാലം നമ്മൾ പേപ്പറിൽ ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കുന്ന സ്വാമിയെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ രാമക്ഷേത്ര പ്രതിഷ്ഠാ സമയത്ത് പ്രധാനമന്ത്രി വരുന്ന ചടങ്ങുകളിൽ ഉൾപ്പെടെ മങ്കരയെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിലും മഹാമണ്ഡലേശ്വരനെ പ്രതികരിച്ച് സ്വാമി അവിടെ എത്തിയത് മങ്കരയുടെ അഭിമാനമാണ് എന്ന കാര്യത്തിൽ നമുക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനേക്കാൾ ഒക്കെ ഉപരി ഇന്നിവിടെ അദ്ദേഹം പറയാത്ത ഒരു കാര്യമുണ്ട്, അല്ലേ? അദ്ദേഹം എന്തായി മാറുകയാണ്? ഇന്നു മുതൽ സീനിയർ സിറ്റിസൺ ആയി മാറുകയാണ്. ഗവൺമെന്റ് സന്തോഷത്തോടെ, കുഴപ്പമൊന്നുമില്ല, സന്തോഷം കൊണ്ടാണ് 60ാം പിറന്നാൾ ആഘോഷിക്കുമ്പോ തീർച്ചയായിട്ടും നമ്മളത് ഒപ്പം കൂടുക എന്ന ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ്. എനിക്കിത് പൂർണ്ണമായിട്ട് ഈ വക ചടങ്ങുന്നുണ്ട് എനിക്കറിയില്ല. അച്ചോട് എന്നെ കണ്ടു, വരണട്ടോ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നു. അമ്പാടി നാരായണീയ ഏകോപന സമിതി ആചാര്യൻ അമ്പാടി സതീഷ് അധ്യക്ഷത വഹിച്ചു. തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു. പാലക്കാട് വിജ്ഞാന രമണീയാശ്രമം ഡയറക്ടർ ഡോക്ടർ സ്വാമിനാഥൻ, സനാതന ധർമ്മ നവോത്ഥാന സമിതി പ്രസിഡന്റ് മോഹൻദാസ്, വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ്, തിരുവനന്തപുരം മലയൻകീഴ് ആശ്രമ മഠാധിപതി രാജേന്ദ്രാനന്ദ സരസ്വതി, പന്തിരുകുലം ആചാര്യൻ സ്വാമി ശിവാനന്ദ, മാതാജി വസന്താനന്ദ സരസ്വതി, മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി, സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി, MB അച്യുതൻകുട്ടി, കിഷോർ ശാന്തി ബ്രഹ്മചാരി, സുരേഷ് ചൈതന്യ, ദണ്ഡപാണി അയ്യർ തുടങ്ങി സന്യാസ ശിഷ്യരും ഗൃഹസ്ഥ ശിഷ്യരും ഭക്തജനങ്ങളുമായി നിരവധി പേർ പങ്കെടുത്തു. കേരളത്തിലെ വിവിധ മഠങ്ങളിലെ ആചാര്യന്മാർ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ സ്വാമി കിഷോർ ശാന്തി, സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി എന്നിവരെയും ആദരിച്ചു. വേദപാരായണം, നാരായണീയ പാരായണം, സത്സംഗം, ആദരിക്കൽ, യതിപൂജ, തിരുവാതിരക്കളി, അന്നദാനം എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
വാണനംകുറിശി വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് രാവിലെ മഹാഗണപതി ഹോമം, ചന്ദനക്കാപ്പ്, ഉദയാസ്തമന പൂജ, കലശാഭിഷേകം, ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ പാൽപായസ സമർപ്പണം എന്നിവ നടന്നു. ബ്രഹ്മശ്രീ കരിയന്നൂർ ഭവത്രാധൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രദേശത്തെ നിരവധി ഭക്തജനങ്ങൾ ദർശനത്തിനായി എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ ജ്വാലയുടെ സ്നേഹാദരം. കേരളത്തിലെ ആദ്യ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂരിനെ മാറ്റുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചവരെയാണ് ആദരിച്ചത്. സ്നേഹാദരം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആദ്യ മാലിന്യമുക്ത നഗരസഭ എന്നതിനു പുറമെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ജില്ലയിൽ 1-ാം സ്ഥാനവും പ്ലാൻ ഫണ്ട്, SC ഫണ്ട് നിർവഹണത്തിൽ 100% വിനിയോഗവും, നികുതി പിരിവിൽ ജില്ലയിൽ 1-ാം സ്ഥാനം തുടങ്ങി നിരവധി നേട്ടങ്ങൾ കൈവരിച്ചതിനാണ് ഷൊർണൂർ നഗരസഭയെ ജ്വാല ഷൊർണൂർ ആദരിച്ചത്. ഇതോടൊപ്പം പാലക്കാട് ജില്ലയിലെ മികച്ച ഹരിതകർമ്മസേനയായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭ ഹരിതകർമ്മസേനാംഗങ്ങളെയും നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളിലെ സജീവ പങ്കാളികളായ ശുചീകരണ തൊഴിലാളികളെയും ആദരിച്ചു. ജ്വാല പ്രസിഡന്റ് S. കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിൽ സ്നേഹാദരത്തിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി നിർവഹിച്ചു. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണെന്നർത്ഥം. ഈ മാലിന്യമുക്തമാകുന്ന ഒരു പ്രദേശം, ഒരു ഗ്രാമം, ഒരു പട്ടണം ഉണ്ടാകണമെന്ന് അതിന്റെ ആശയം പ്രായോഗിക തലത്തിൽ രൂപപ്പെടുത്തി ഭരണതലത്തിൽ നടപ്പാക്കാൻ വേണ്ടി ആരംഭിച്ച സന്ദർഭത്തിൽ അതിനൊക്കെതിരായിട്ടുള്ള ഒട്ടേറെ എതിർപ്പുകളും പ്രതിഷേധങ്ങളും എല്ലാം ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണ് മാലിന്യമുക്തമായ ഒരു പ്രദേശം, ഒരു ഗ്രാമം, ഒരു നാട്, ഒരു തെരുവ്. അതൊരു മുനിസിപ്പാലിറ്റി ആകുമ്പോൾ മുനിസിപ്പാലിറ്റി പരിധിയിൽ വരുന്ന 10-31 വരുന്ന വാർഡുകളുള്ള പ്രദേശങ്ങൾ, ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഭരണതലത്തിലുള്ള നടപടികൾ സ്വീകരിക്കുക, അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടൽ നടത്തുക തുടങ്ങിയ കർമ്മനിരതമായ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമേ അത് സാധ്യമാവൂ. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, സെക്രട്ടറി PS രാജേഷ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, സ്ഥിരം സമിതി അംഗങ്ങളായ SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, ജിഷ, ഫാത്തിമത്ത്, ഫർസാന എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി സംസാരിച്ചു. ജ്വാല സെക്രട്ടറി KT ജോർജ് സ്വാഗതവും ട്രഷറർ TR സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തം ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ആരോഗ്യമന്ത്രി രാജിവെക്കണം. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ല. VD സതീശൻ ചടങ്ങ് ബഹിഷ്കരിച്ചത് തലയിൽ ആൾതാമസമില്ലാത്തതുകൊണ്ടെന്നും K സുരേന്ദ്രൻ. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 180 ഗ്രാം മുന്തിയ രാസലഹരിയുമായി ഡാർക്ക് മർച്ചന്റ് ദീപക്കും യുവതിയും അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ ലഹരിവേട്ടകളിൽ ഒന്നെന്ന് പോലീസ്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് യാക്കോബായ സുറിയാനി സഭ കത്തോലിക്ക ബാവ അബൂൻ മോർ ബസേലിയോസ് ജോസഫ്. കത്തോലിക്ക ബാവയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.